തലസ്ഥാന നഗരസഭയുടെ ഭരണം നാളെ പുലരുമ്പോൾ വീഴുവോ? അതോ രാഷ്ട്രീയ ചാണക്യൻ വി രാജേഷ് എന്ന ജനനായകൻ ശത്രുക്കളുടെ ചതുരംഗ പലക തല്ലി തകർക്കോ? അർദ്ധരാത്രിയിൽ നഗരമധ്യത്തിൽ മുഴങ്ങിയ ആ പോലീസിന്റെ തോക്കിന്റെ ശബ്ദം ലക്ഷ്യം വെച്ചത് കേവലം ഒരു വാർഡ് കൗൺസിലറെ മാത്രമായിരുന്നോ? അതോ വി രാജേഷിന്റെ സിംഹാസനത്തിൽ തന്നെയായിരുന്നോ? നിയമത്തിന്റെ ഇരുണ്ട ഇടനാഴികളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ രഹസ്യ ആയുധം എന്താണ്? 101 അംഗങ്ങളുള്ള വലിയ കോർപ്പറേഷനിൽ കളി മാറിയിരിക്കുകയാണ്. നമസ്കാരം. ബിഗ് സ്ക്രീൻ രാഷ്ട്രീയ ത്രില്ലറുകളെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള അതിശക്തമായ അണിയറ നീക്കങ്ങൾക്കും ഗൂഢാലോചനകൾക്കുമാണ് തിരുവനന്തപുരം നഗരസഭ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരൊറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു സ്വതന്ത്ര അംഗത്തിന്റെ മാത്രം പിൻബലത്തിൽ BJP ഭരിക്കുന്ന ഈ വമ്പൻ കോർപ്പറേഷനിൽ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി പ്രതിപക്ഷവും പോലീസും ചേർന്ന് തിരക്കഥ എഴുതിയ വലിയൊരു നാടകത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഓർക്കണം, കോർപ്പറേഷനിലോ സംസ്ഥാനത്തോ ഭരണം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെതല്ല. പക്ഷേ പോലീസിന്റെ കൂറ ആരോടാണ്? വാഴോട്ടുകോണം വാർഡ് പ്രതിനിധി R സുഗതനെ പോലീസ് നാടകീയതമായി വെടിയുതിർത്ത് പിടികൂടിയതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന ആരോപണം വെറുതെ ഉയർന്നതല്ല. അതിന് പിന്നിൽ ഞെട്ടിക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹൈക്കോടതിയിൽ നിന്നും അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സംരക്ഷണ ഉത്തരവ് പ്രതിഭാഗം അഭിഭാഷകർ സമ്പാദിക്കുന്നതിന് തൊട്ടു മുമ്പ് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അർദ്ധരാത്രിയിൽ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? അതിനു പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ പ്ലാൻ എന്താണ്? ഈ കെണിയിലൂടെ ഭരണകക്ഷിയുടെ ജനകീയ മുന്നേറ്റങ്ങളെയും നഗരസഭാ അധ്യക്ഷൻ വി രാജേഷിന്റെ അസാധാരണമായ ജനസമ്മതിയെയും എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കാൻ കഴിയുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ സ്വപ്നം, അല്ലെങ്കിൽ ദിവാസ്വപ്നം എന്ന് തന്നെ പറയാം. എന്നാൽ ഈ വെല്ലുവിളികൾക്ക് മുന്നിൽ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന ഒരു നേതാവുണ്ട്, വി രാജേഷ്. അദ്ദേഹത്തെ തൊടാൻ പോലും പ്രതിപക്ഷത്തിന് കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കളിയിൽ ആര് ജയിക്കും, ആര് തോൽക്കും? നമുക്ക് ഈ രാഷ്ട്രീയ നാടകത്തിന്റെ, അല്ലെങ്കിൽ വേണ്ട രാഷ്ട്രീയ വഞ്ചനയുടെ ആ ഞെട്ടിക്കുന്ന റിപ്പോർട്ടിലേക്കൊന്ന് പോകാം. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. കാരണം ഇതിലെ ഓരോ വാർത്തകളും നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് വല്ല സിനിമയോ ആണോ, സിനിമാ തിരക്കഥയോ ആണോ എന്ന് തോന്നും. കേരള പോലീസിന്റെ ചരിത്രത്തിൽ സമീപകാലത്തൊന്നും ഒരു ജനപ്രതിനിധിയെ പിടികൂടാൻ വേണ്ടി മാത്രം തലസ്ഥാന നഗരിയിൽ വെടിയുതിർക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു കൊടും കുറ്റവാളിയെ പിടികൂടാൻ പോകുന്ന ആവേശത്തോടെയാണ് പോലീസ് വലിയൊരു സന്നാഹവുമായി വാഴോട്ടുകോണം വാർഡിലേക്ക് ഇരച്ചങ്ങ് കയറിയത്. ഓർക്കണം, ഇവിടെ ഇതിലും വലിയ ഇഷ്ടം പോലെ കേസുകൾ ഉണ്ടായിട്ട് ഈ ആത്മാർത്ഥതയൊന്നും പോലീസേവന്മാർക്ക് നമ്മൾ കണ്ടിട്ടില്ല. വധശ്രമ കേസിൽ പ്രതിയായ R സുഗതനെ കടുത്ത ഗുണ്ടാവിരുദ്ധ നിയമങ്ങൾ ചുമത്തിയാണ് പോലീസ് ലോക്കപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. സുഗതനെ പിടികൂടാൻ പോലീസ് എത്തിയപ്പോൾ ഒരു വിഭാഗം പ്രവർത്തകർ തടസ്സം സൃഷ്ടിച്ചതിനാലാണ് വെടിവെക്കേണ്ടി വന്നത് എന്നാണ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗികമായിട്ടുള്ള വാദം. എന്നാൽ ഈ വാദത്തിന് പിന്നിലെ പൊള്ളത്തരം രാഷ്ട്രീയ നിരീക്ഷകർ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത്, സുഗതൻ ഒളിവിലായിരുന്നോ? അല്ല, സുഗതൻ അതിലൂടെ തേരാപ്പാര നടന്നിരുന്നു. എന്തായാലും അദ്ദേഹം നിയമപരമായ മാർഗങ്ങളിലൂടെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ച് വരികയായിരുന്നു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ജാമ്യ ഉത്തരവ് പുറത്തു വരുന്നതിന് തൊട്ട് മുമ്പുള്ള മണിക്കൂറുകൾ നോക്കി പോലീസ് ഇത്രയും ദ്രുതഗതിയിൽ നീങ്ങിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്, അല്ലെങ്കിൽ ആരുടെ നിർദ്ദേശത്തോടെയാണ്? പ്രതിയെ പിടികൂടുക എന്നതിനെല്ലാം അപ്പുറം അവനെ എത്രയും പെട്ടെന്ന് ജയിലിനുള്ളിലാക്കുക എന്നതായിരുന്നു പോലീസിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരുന്നു പോലീസിന്റെ ഈ വെപ്രാളം? ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അദൃശ്യ രാഷ്ട്രീയ ഹസ്തങ്ങൾ ആരുടേതാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടുമ്പോഴാണ് കേരള മുനിസിപ്പൽ നിയമത്തിലെ ആ നിഗൂഢമായ കറുത്ത വകുപ്പ് പുറത്തേക്ക് വരുന്നത്. എന്താണ് ഈ നിയമം എന്നല്ലേ? അതായത്, ഇതിലാണ് ഈ രാഷ്ട്രീയ കഥയിലെ, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നാടകത്തിലെ ഏറ്റവും വലിയ സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നത്. സാധാരണക്കാർക്ക് ഒരു പക്ഷേ മനസ്സിലായിക്കൊള്ളണമെന്നില്ല, എന്നാൽ രാഷ്ട്രീയക്കാർ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വകുപ്പാണിത്. കേരള മുനിസിപ്പൽ നിയമത്തിലെ 91K വകുപ്പ്. ഈ നിയമപ്രകാരം ഒരു നഗരസഭാ കൗൺസിലർ മുൻകൂട്ടി അനുവാദം വാങ്ങാതെ, അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള അവധി അപേക്ഷയും നൽകാതെ തുടർച്ചയായി 3 മാസമോ അല്ലെങ്കിൽ തുടർച്ചയായി 3 ഔദ്യോഗിക കൗൺസിൽ യോഗങ്ങളിലോ പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞാൽ 4ാമത്തെ യോഗം ചേരുന്നതോടെ അദ്ദേഹത്തിൻ്റെ കൗൺസിലർ സ്ഥാനം സ്വയം നഷ്ടപ്പെടും. അതായത് യാതൊരുവിധ വിചാരണയും ഇല്ലാതെ തന്നെ അദ്ദേഹം അയോഗ്യനാക്കപ്പെടുമെന്ന്. ഇനി നമുക്ക് സുഗതന്റെ ടൈം ലൈൻ ഒന്ന് പരിശോധിക്കാം. വധശ്രമ കേസിൽ പ്രതിയായതിന് പിന്നാലെ തിരുവനന്തപുരം നഗരസഭയിൽ നടന്ന 2 പ്രധാനപ്പെട്ട ഔദ്യോഗിക യോഗങ്ങളിൽ സുഗതൻ പങ്കെടുത്തിരുന്നില്ല.
പോലീസിന് ഭയന്ന് മാറി നിന്ന ഈ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നതിന് അദ്ദേഹം മുൻകൂട്ടി യാതൊരുവിധ അവധി അപേക്ഷയും നൽകിയിരുന്നില്ല എന്നാണ് നഗരസഭാ കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്ന വിശ്വസനീയമായ പുതിയ വിവരങ്ങൾ. അപ്പോൾ ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. അതായത് സുഗതന്റെ അക്കൗണ്ടിൽ ഇപ്പം തന്നെ 2 യോഗങ്ങൾ നഷ്ടമായി കഴിഞ്ഞു. ഇനി ഒരൊറ്റ യോഗം കൂടി നഷ്ടമായി കഴിഞ്ഞാൽ സുഗതന്റെ ജനപ്രതിനിധി സ്ഥാനം തെറിക്കും അതോടെ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതിപക്ഷം നോക്കുന്നത് അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന 3ാമത്തെ യോഗത്തിലേക്കാണ്. അപ്പോൾ ഈ മാസത്തെ ഔദ്യോഗിക യോഗങ്ങൾ ഇതുവരെ ഭരണസമിതി ചേർന്നിട്ടില്ല എങ്കിലും അടുത്ത ആഴ്ചയോടെ പുതിയ യോഗം ചേരും എന്നാണ് ഭരണതലപ്പത്ത് നിന്നുള്ള സൂചനകളൊക്കെ. അപ്പോൾ നിലവിൽ കടുത്ത പോലീസ് കാവലിൽ ജയിലിൽ കഴിയുന്ന സുഗതന് വരാനിരിക്കുന്ന ഈ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയില്ലെന്ന് 100% ഉറപ്പാണ്. അപ്പോൾ ഇവിടെയാണ് പ്രതിപക്ഷം തങ്ങളുടെ അടുത്ത കെണിയൊരുക്കുന്നത്. എന്താണ് ബുദ്ധി? ഈ ബുദ്ധി സംസ്ഥാനം ഭരിച്ചപ്പോൾ കാണിച്ചിരുന്നെങ്കിൽ ഇത്രയ്ക്ക് കടന്ന് വിയർക്കേണ്ടി വരില്ല. എന്തായാലും ജയിലിൽ കിടന്നുകൊണ്ട് സുഗതന് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് കാണിച്ചൊരു അവധി അപേക്ഷ എഴുതി നൽകാൻ സാധിക്കുമോ? അവിടെയാണ് നിയമത്തിന്റെ മറ്റൊരു വില്ലം വരുന്നത്. മുൻകാലങ്ങളിൽ ജയിലിൽ കിടക്കുന്ന പ്രതികൾ നൽകുന്ന അവധി അപേക്ഷകൾ സ്വീകരിക്കാൻ കഴിയില്ല എന്നും ജനപ്രതിനിധികൾ ജയിലിലായാൽ അവരെ അയോഗ്യരാക്കാമെന്നും എല്ലാം കാണിച്ചുകൊണ്ട് ഉന്നത നീതിന്യായ കോടതിയുടെ ഹൈക്കോർട്ട്, സുപ്രീം കോർട്ടിന്റെ പല സുപ്രധാന വിധിന്യായങ്ങളും നിലവിലുണ്ട്. മുൻകാലങ്ങളിൽ തൃക്കാക്കര നഗരസഭയിൽ ഇത്തരത്തിലൊരു ജനപ്രതിനിധികളെ കൃത്യമായി അയോഗ്യരാക്കിയിട്ടുള്ള ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ പ്രതിപക്ഷത്തിന്റെ തന്ത്രം ഇവിടെ വ്യക്തമാവുന്നുണ്ടല്ലോ. ഹൈക്കോടതിയുടെ സംരക്ഷണ ഉത്തരവ് വരുന്നതിന് മുമ്പ് എങ്ങനെയോ സുഗതനെ ഒന്ന് ജയിലിൽ അടയ്ക്കുക, അടുത്ത ആഴ്ചത്തെ കൗൺസിൽ യോഗം കൂടി കഴിഞ്ഞ് സുഗതന്റെ മൂന്നാമത്തെ യോഗ്യതയും നഷ്ടപ്പെടുത്തുക. 3 യോഗങ്ങൾ നഷ്ടമായി കഴിഞ്ഞാൽ സുഗതൻ അയോഗ്യനാക്കപ്പെടും. സുഗതൻ അയോഗ്യനായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? തിരുവനന്തപുരം നഗരസഭയിൽ ആകെ 101 അംഗങ്ങളാണുള്ളത്. ഇതിൽ കേവലം ഒരു സ്വതന്ത്ര അംഗത്തിന്റെ മാത്രം പിൻബലത്തിലാണ് ഇപ്പോൾ BJPയുടെ ഭരണം. അതുകൊണ്ട് തന്നെ ഒരംഗത്തിന്റെ കുറവ് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് ഭരണം പിടിച്ചെടുക്കാനുള്ള സുവർണ അവസരമായി മാറും. എവിടെയെങ്കിലും ഒന്ന് അള്ളിപ്പിടിച്ച് കയറാനുള്ള ഒരു തന്ത്രം, നാണം കെട്ട തന്ത്രം. ഭൂരിപക്ഷം താനേ ഇല്ലാതാകുന്നതോടെ നഗരഭരണം അട്ടിമറിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുമെന്ന് എത്ര കൃത്യമായി പ്ലാൻ ചെയ്തൊരു തിരക്കഥ. പക്ഷേ ഈ തിരക്കഥ എഴുതിയവർ ഒന്നും മറന്നുപോയി. അവർ നേരിടാൻ പോകുന്നത് സാധാരണക്കാരനായ, അല്ലെങ്കിൽ ഒരു വിഡ്ഢിയായ ആര്യ രാജേന്ദ്രൻ, മുൻ മേയറിനെ പോലെ ഒരു രാഷ്ട്രീയക്കാരനെയല്ല. VV രാജേഷ് എന്ന അതിശക്തനായ ജനനായകനെയാണ്. തലസ്ഥാന നഗരസഭയിൽ BJP അധികാരത്തിൽ എത്തിക്കുന്നതിലും ജനകീയ വികസനങ്ങളിലൂടെ നഗരത്തെ മുന്നോട്ട് നയിക്കുന്നതിലും VV രാജേഷ് എന്ന അധ്യക്ഷൻ വഹിച്ച പങ്ക് ചെറുതല്ല. അദ്ദേഹത്തിന്റെ ജനസമ്മതിയും ക്ലീൻ ഇമേജും തകർക്കാൻ മുൻപും പല വിധത്തിലുള്ള സൈബർ ആക്രമണങ്ങളും രാഷ്ട്രീയ ഗൂഢാലോചനയൊക്കെ നമ്മൾ കണ്ടു. എന്തൊക്കെ പൊങ്കാല വിഷയത്തിലായിക്കോട്ടെ, ഇപ്പോൾ മഴവെള്ളത്തിന്റെ വിഷയത്തിലായിക്കോട്ടെ, ഓരോ തവണയും അദ്ദേഹം കൂടുതൽ ശക്തനായി തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ ഈ വൻ പ്രതിസന്ധി ഘട്ടത്തിലും VV രാജേഷ് കുലുങ്ങിയിട്ടില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ നെഞ്ചുവിരിച്ച് നിന്നുകൊണ്ട് അദ്ദേഹം നൽകിയ മറുപടി ശത്രുക്കളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ്. പ്രതിപക്ഷത്തിന്റെ ഒരു കുതന്ത്രത്തിന് മുന്നിലും ഞങ്ങൾ അടിയറവ് പറയില്ല. രാഷ്ട്രീയമായി വരുന്ന ഏത് വെല്ലുവിളിയെയും ഞങ്ങൾ ഒന്നിച്ച് നേരിടും. ഇത്തരം അയോഗ്യതാ ഭീഷണികളിലോ ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്ന വാർത്തകളിലോ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ആശങ്കയുമില്ല. പ്രതിപക്ഷത്തിന്റെ എല്ലാ നീക്കങ്ങളും കൃത്യമായി ഞങ്ങൾ അറിയുന്നുണ്ട്, പ്രതിരോധിക്കുന്നുമുണ്ട്. VV രാജേഷിനെ തൊടാൻ പോലും പ്രതിപക്ഷത്തിന് കഴിയില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതിന് വ്യക്തമായ 3 കാരണങ്ങളുണ്ട്. നമുക്ക് ആ കാരണങ്ങൾ ഓരോന്നായി ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഭരണപക്ഷത്തെ കരിങ്കല്ല് പോലുള്ള ഒത്തൊരുമ. പ്രതിപക്ഷം വിചാരിച്ചത് സുഗതന്റെ അറസ്റ്റോടെ ഭരണപക്ഷത്ത് ഭിന്നതയുണ്ടാകുമെന്നാണ്. അതായത് അവർ തമ്മിൽ തല്ലുന്ന പോലെ ഇവിടെയും തമ്മിൽ തല്ല് കാണുമെന്ന്. അവരെ വെച്ചല്ലേ ബാക്കിയുള്ളവരെ അളക്കുന്നത്. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. VV രാജേഷിന്റെ നേതൃത്വത്തിൽ ഭരണകക്ഷിയിലെ മുഴുവൻ കൗൺസിലർമാരും ഒറ്റക്കെട്ടായി സുഗതന് പിന്നിൽ അണിനിരന്നു കഴിഞ്ഞു. ഒരൊറ്റ കൗൺസിലറെ പോലും സ്വാധീനിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇനി രണ്ടാമത്തെ കാരണം പറയാം. നിയമവിദഗ്ധരുടെ വൻ നിര. പ്രതിപക്ഷം നിയമത്തിന്റെ പഴുതുകൾ നോക്കുമ്പോൾ VV രാജേഷും അദ്ദേഹത്തിന്റെ ലീഗൽ ടീമും അതിലും വലിയ നിയമ പ്രതിരോധമാണ് തീർക്കുന്നത്. അപ്പോൾ സുഗതന് ജയിലിൽ കിടന്നുകൊണ്ട് അടുത്ത കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ പ്രത്യേക കോടതിയുടെ അനുമതി വാങ്ങാനുള്ള അടിയന്തരമായ ഹർജി അവർ തയ്യാറാക്കി കഴിഞ്ഞു.
അപ്പോൾ നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ തടവുകാരായ ജനപ്രതിനിധികൾക്ക് കോടതികൾ അനുമതി നൽകിയ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള കേസുകൾ ഉള്ളതുപോലെ നഗരസഭാ യോഗത്തിൽ പങ്കെടുക്കാനും കോടതി വഴി പ്രത്യേക അനുമതി നേടിയെടുക്കാൻ രാജേഷിന്റെ തന്ത്രങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. അത് നടന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ 3 യോഗങ്ങളുടെ കണക്ക് കൂട്ടൽ അവിടെ അവസാനിക്കും. വി രാജേഷ് എന്ന നേതാവിൻ്റെ വ്യക്തമായ സ്വാധീനം കേവലം സ്വന്തം പാർട്ടിയിൽ മാത്രം ഒതുങ്ങുന്നതുമല്ല, കൗൺസിലിലെ മറ്റ് ചില സ്വതന്ത്ര അംഗങ്ങളുമായും ഇത്തരം കക്ഷികളിലെ അതൃപ്തരായ അംഗങ്ങളുമായും അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. അത്തരത്തിൽ അണിയറയിലൂടെ പുതിയ പിന്തുണ ഉറപ്പാക്കി ഭരണം നിലനിർത്താനുള്ള പ്ലാൻ ബിയും രാജേഷിൻ്റെ കൈവശം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വീഴ്ത്തുക എന്നത് അസാധ്യമാണെന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ അടിവരയിട്ട് പറയുന്നത്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഈ നാണംകെട്ട കളിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും കാണാം. നന്ദി.